നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിയതിന് ശേഷം ഞാൻ തന്നെ അവൻ എന്നും ഞാൻ സ്വന്തമായിട്ട് ഒന്നും ചെയ്യാതെ പിതാവ് എനിക്ക് ഉപദേശിച്ചു തന്നതുപോലെ ഇത് സംസാരിക്കുന്നു എന്നും അറിയും. എന്നെ അയച്ചവൻ എന്നോട് കൂടെ ഉണ്ട്. ഞാൻ എപ്പോഴും ചെയ്യുന്നതെല്ലാം അവന് പ്രസാദമായിട്ടുള്ളതാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവനും ഞാനും ഒന്നാകുന്നു. പിതാവായ ദൈവവും കർത്താവായ യേശുവും ഒന്നാകുന്നു. അവൻ ഒരിക്കലും ഏകനായി വിടുന്നില്ല. അവൻ നമ്മോട് കൂടെയുണ്ട്. ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ ഇഷ്ടം ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ വസിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ അവൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ നാവ് ദൈവത്തിൻ്റെ നാവായി മാറണം. എൻ്റെ കണ്ണുകൾ യേശു ക്രിസ്തുവിൻ്റെ കണ്ണുകളായിട്ട് മാറണം. എൻ്റെ കരങ്ങൾ അത് ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള കരങ്ങളായി മാറണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ദൈവം പറയുകയാണ്, നിന്നെ ഞാൻ ഏകനായി വിടുകയില്ല. ഏകനായി ഇരിക്കാതിരിക്കുന്നതിന് അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് ജീവിക്കാതിരിക്കുന്നതിന് എന്തെല്ലാം പ്രവർത്തികളാണ് നമ്മൾ ഈ ലോകത്തിൽ ചെയ്യുന്നത്. കൂട്ടുകെട്ടുണ്ടാക്കുന്നു, എപ്പോഴും ആളുകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഏകനായിരിക്കുവാൻ ആർക്കും ഇഷ്ടമല്ല. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര അധികം ആളുകളുടെ ഇടയിൽ ഇരുന്നെന്ന് പറഞ്ഞാലും നമ്മളെപ്പോഴും ഏകരല്ലേ? നമ്മളെ മനസ്സിലാക്കുന്നവർ കുറവല്ലേ? നമ്മുടെ ചിന്തകൾ അറിയുന്നവർ കുറവല്ലേ? പക്ഷേ കർത്താവായ യേശു ക്രിസ്തു നമ്മളെ പരിപൂർണമായിട്ട് അറിയുന്നു. മാത്രമല്ല അവൻ നമ്മുടെ കൂടെ ഇരിക്കുകയാണ്. അപ്പോൾ ആയിരങ്ങൾ നമ്മുടെ കൂടെ ഇരുന്നാൽ പോലും ലഭിക്കാത്തത്ര ഒരു സന്തോഷവും സമാധാനവും നമുക്ക് ലഭിക്കുന്നത് യഥാർത്ഥത്തിൽ ദൈവം നമ്മുടെ കൂടെ ഇരിക്കുമ്പോഴല്ലേ? ദൈവം നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അനുഗ്രഹിക്കപ്പെടും. നാം പറയുന്ന ഓരോ വാക്കും അനുഗ്രഹത്തിൻ്റെ വാക്കായി മാറും. നമ്മൾ കൈകൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും അത് അനുഗ്രഹത്തിൻ്റെ പ്രവൃത്തിയായിട്ട് മാറും. പിതാവായ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂടെ ഇരുന്ന് അവരൊന്നായി ഇരുന്നതുപോലെ കർത്താവായ യേശു ക്രിസ്തു ഇന്ന് എൻ്റെ ഉള്ളിൽ ഇരുന്ന് എൻ്റെ കൂടെ ഇരുന്ന് ഞങ്ങൾ ഒന്നായി. ആ ഒരുമയാണ് എന്നെ ഒരിക്കലും ഞാൻ ഏകനല്ല, ഞാൻ ഈ ലോകത്തിൽ തനിച്ചല്ല, ഈ ജീവിതത്തിൽ ഞാൻ ഒറ്റയ്ക്കല്ല എന്നുള്ള ബോധം നമുക്ക് തരുന്നത് ദൈവവുമായിട്ടുള്ള ഈ കൂട്ടായ്മയാണ്. ദൈവവുമായിട്ടുള്ള ഈ കൂട്ടായ്മയേക്കാൾ വലുതായി മറ്റൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ നാം നമ്മുടെ ജീവിതത്തിൽ മറ്റ് ലോകപരമായ കാര്യങ്ങൾക്കും ബന്ധങ്ങൾക്കും വേണ്ടി എത്രയോ അധികം സമയം ചിലവഴിക്കുന്നു. അത് വ്യർത്ഥമല്ലേ? കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ ജീവിക്കുന്ന ആ ജീവിതമല്ലേ യഥാർത്ഥ ജീവിതം?